ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിതൊരു ഉണങ്ങിയ വാഴയില കണ്ടോ, ഇതിൻ്റെ തണ്ടോടുകൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ചൂല് നിർമ്മിച്ചെടുക്കാം. നമുക്ക് വീടിൻ്റെ അകമൊക്കെ അടിച്ചു വാരുവാൻ വേണ്ടിയുള്ള അടിപൊളി ചൂലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഉണങ്ങിയ ഇലയെ ഈ ഒരു തണ്ടിൽ നിന്ന് ഊർത്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു നമ്മളിവിടെ ഒരു സൂചിയാണ് എടുത്തിരിക്കുന്നത്. സൂചിയോ അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി പിന്നോ ഉപയോഗിച്ച് അല്പം ഇവിടെ വിട്ടതിന് ശേഷം ഈ ഒരു തണ്ടിൽ അല്പം വിട്ടതിന് ശേഷം ബാക്കി ഭാഗം നമ്മളിവിടെ ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുക. ഈ രീതി ചെറുതായി ഇതുപോലെ ഒന്ന് ചീകിയെടുക്കുക. ചെറുതായി ഇതുപോലെ ഒന്ന് ചീകിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു തണ്ട് നമ്മളിവിടെ നല്ലവണ്ണം ചീകിയെടുത്തു. ഇതുപോലെ നമുക്ക് ഒരു 10-12 തണ്ടുകൾ ഇതുപോലെ ചീകിയെടുക്കണം. അതായത് നമുക്ക് ഇത് മടക്കി പിടിച്ചാൽ നമ്മുടെ കൈകളിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെടുക്കാം. എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ ഇതിനെയൊക്കെ കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൂട്ടി പിടിക്കുക. ഇതുപോലെ കൈകളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ എടുത്താൽ മതി. ഇനി നമ്മൾ അല്പം വാഴനാര് എടുത്തിട്ടുണ്ട്. ഈ ഒരു വാഴനാര് നമ്മുടെ വാഴയുടെ പോള ചീകി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് കെട്ടുവാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മളൊന്ന് ഉണക്കിയതിന് ശേഷം ഒന്ന് നനച്ചു കൊടുത്താൽ നമുക്കത് നല്ല വൃത്തിയോടുകൂടി കെട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ഒതുക്കി ഇതുപോലെ പിടിച്ച് ആദ്യം ഇവിടെ ഒരു ചെറുതായൊരു കെട്ട് ചെറുതായി ഒരു കെട്ട് ഇവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അതായത് നമുക്ക് അയച്ചു മാറ്റുന്ന കെട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു ഭാഗം ഒന്ന് കറക്റ്റ് കിട്ടുവാൻ വേണ്ടി മാത്രം കെട്ടിക്കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലൊരു തണ്ട് ഒരു മരത്തിൻ്റെ പീസ് എടുത്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് കയറ്റി ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം നമുക്കിത് അല്പം കട്ടി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പിടിക്കുന്ന ഭാഗം നമുക്ക് നല്ല സ്ട്രോങ്ങോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പീസ് വെച്ച് കൊടുത്തത്. ഇനി നമുക്കിവിടെ ഈ ഒരു നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വാഴനാര് ഇവിടെ ഒരു തണ്ടിൽ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്ത് നമ്മൾ ഓരോ തണ്ടുകൾ ഇടവിട്ട് നമ്മളിത് മടഞ്ഞെടുക്കണം. അതായത് നമുക്ക് നമ്മുടെ പാഴയൊക്കെ മടയുന്നില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ചൂലൊക്കെ മടയുന്ന അതേ രീതിയിൽ തന്നെ ഇതുപോലെ പിടിച്ച് ഓരോ തണ്ടിൻ്റെയും ഇടയിൽ കൂടി ഇടവിട്ട് വരുന്ന രീതിയിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് മടഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിത് മടഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി ആദ്യം മടഞ്ഞിട്ടുള്ള ആ ഒരു ഇഴയുടെ അടുത്തേക്ക് പരമാവധി വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്യണം. ആദ്യത്തെ 1-2 റൗണ്ടുകൾ നമ്മൾ മടയാൻ മാത്രമേ നമുക്ക് അല്പം വിഷമം ഉണ്ടാവൂ. അതിനുശേഷം നമുക്ക് ആ ഒരു മടഞ്ഞതിന് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ മടഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു തണ്ട് നമ്മുടെ ഈ ഒരു മടഞ്ഞെടുക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ആ ഒരു പീസ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് പരമാവധി ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊരു 6-7 തവണ റൗണ്ട് വരുന്ന രീതിയിൽ നമുക്ക് മടഞ്ഞു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് മടഞ്ഞു കൊടുക്കാം. ഒരു 6-7 തവണയൊക്കെ മടഞ്ഞു എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ടിൽ മടഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തണ്ടിനെ നമുക്കൊന്ന് ഇവിടെ കെട്ടിക്കൊടുക്കണം. ഈ ഒരു വാഴനാര് വെച്ച് തന്നെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമുക്കിതിനെ രണ്ടായി ചീകിയെടുത്ത് ഇവിടെ ഒന്ന് റൗണ്ടിൽ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 1-2 തവണ ഇതുപോലൊന്ന് റൗണ്ടിൽ ചുറ്റിയെടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ ഒരു എൻ്റെ വശത്ത് നമുക്കിവിടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഈ രീതിയിലൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം
നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗത്തെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ? അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തു. ഇനി നമുക്കിതിനൊന്ന് ഒതുക്കി പിടിച്ചതിന് ശേഷം നമുക്കിവിടെ അല്പം താഴ്ത്തി നമുക്കിവിടെ ഒരു കെട്ട് കൊടുക്കണം. കണ്ടോ? അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു കെട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടിയതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൂടുതൽ ടൈറ്റിൽ നമ്മൾ കെട്ടിയെടുക്കാൻ പാടില്ല. നമുക്കൊന്ന് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളൊന്ന് ടൈറ്റ് കൊടുത്ത് കെട്ടിയെടുത്താൽ മതി. കണ്ടോ? അപ്പോൾ നമ്മളത് ആ ഒരു ഭാഗവും നമ്മളൊന്ന് കെട്ടിയെടുത്തു. ഇവിടെയും എക്സ്ട്രാ വരുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ കണ്ടോ ആ ഒരു കെട്ട് കൊടുത്തില്ലേ, അതിനടുത്തായിട്ട് നമുക്കിവിടെ ഈ ഒരു എൻഡ് വശത്ത് നമുക്കതുപോലെ തന്നെ ഒരു 2-3 തവണ ഇതുപോലെ ചുറച്ച് ആ ഒരു ഭാഗത്തും കെട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആദ്യം കെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് അഴിച്ച് മാറ്റാം. നമ്മൾ നോർമലായിട്ട് ആദ്യം കെട്ടിക്കൊടുത്തുള്ള ഭാഗം നമുക്ക് അഴിച്ച് മാറ്റാം, ഫസ്റ്റ് കെട്ടിയ ഭാഗം. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഒതുക്കി പിടിച്ച് ഇതിൻ്റെ നീളം ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ പിടിച്ച് ഇവിടെ നമുക്ക് എല്ലാ പീസിനെയും ഒരേ അളവിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ? അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചൂല് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ടൈൽസ് പതിച്ചതും അതുപോലെ തന്നെ മാർബിളൊക്കെയുള്ള ഭാഗത്ത് തൂത്തുവാരുവാൻ വേണ്ടി ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചൂല് നിങ്ങൾക്ക് വേറെ കിട്ടില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.